ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവ് തുറക്കുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 146 അധ്യായം 8-9 വാക്യങ്ങൾ. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു, യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണ ചെയ്യുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. യേശുക്രിസ്തുവിന് നിങ്ങളുടെ കണ്ണുകൾ തുറക്കാൻ കഴിയും. നിങ്ങളുടെ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് നിങ്ങളുടെ വിവേകത്തിന്റെ കണ്ണുകളോടെ പ്രകാശിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അവന്റെ ശക്തിയുടെ മഹത്വം നിങ്ങൾ അറിയേണ്ടതിന്. ഇത് എഫേസ്യർ 1 അധ്യായം 18-19 വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. കർത്താവ് അന്ധരുടെ കണ്ണുകൾ തുറക്കുമ്പോൾ തുറന്നിരിക്കുന്ന കണ്ണുകളെ അന്ധമാക്കാൻ സാത്താൻ ശ്രമിക്കുന്നു. ഒരിക്കൽ ചില ദുഷ്ടന്മാർ ഒരു ധനികന്റെ മകനെ തട്ടിക്കൊണ്ടുപോയി. അവർ അവന്റെ കണ്ണുകളിൽ പാറ്റുകളെ പൂശി അവനെ ഒരു ഇരുണ്ട ഗുഹയിലേക്ക് തള്ളിയിടുകയും ചെയ്തു. 3 ദിവസത്തോളം കാക്കകൾ അവന്റെ കണ്ണിലിരുന്നു. അവന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. തുടർന്ന് കുട്ടികളെ ഫിഷാടനത്തിന് ഉപയോഗിക്കുന്നവർക്ക് തട്ടിക്കൊണ്ടുപോയവർ നല്ല വിലയ്ക്ക് വിറ്റു. സർവ്വ ഐശ്വര്യത്തിലും വളർന്ന ബാലൻ ഇപ്പോൾ യാചകനായി. അവൻ ആ അവസ്ഥയെ തുടർന്നു. സാത്താൻ ആദാമിനോട് ചെയ്തത് ഇതാണ്. സാത്താൻ ഒരു കൊലപാതകിയും കള്ളനുമാണ്. കർത്താവായ യേശു പറഞ്ഞു, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. ഞാൻ വന്നത് അവർക്ക് ജീവൻ ലഭിക്കാനും അത് സമൃദ്ധിയായി ലഭിക്കാനുമാണെന്ന് യോഹന്നാൻ 10 അധ്യായം 10 വാക്യത്തിൽ പറയുന്നു. ശിംശോനെ കർത്താവ് അത്ഭുതകരമായി ഉപയോഗിച്ചു. എന്നാൽ സാത്താൻ അവനിൽ വേശ്യയുടെ ആത്മാവ് കൊണ്ടുവന്ന് അവന്റെ കണ്ണുകളെ അന്ധമാക്കി. പുറത്തെ പാളിയിൽ നിന്ന് ഐസാപ്പിൾ എടുക്കുന്നത് പോലെ അവൻ ശിംശോന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. കഷ്ടം. ജീവിതകാലം മുഴുവൻ അവൻ അന്ധനായി. ഇസ്രായേലിലെ ന്യായാധിപനെ ഫെലിസ്ത്യർ ഒരു വിനോദ വസ്തുവാക്കി മാറ്റി. കണ്ണുകളുടെ മോഹത്തെയും വ്യഭിചാരത്തിന്റെ ആത്മാവിനെയും നിങ്ങൾ അനുവദിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. നിങ്ങളിലേക്ക് പ്രവേശിക്കുക. നിങ്ങൾക്ക് ആത്മീയ ദർശനം നൽകുന്ന മനസ്സിന്റെ കണ്ണുകൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇസ്രായേലിന്റെ രാജാവായ സിദെക്കിയാവിന് എന്ത് സംഭവിച്ചു? യിരെമ്യാ പ്രവചകൻ തന്നോട് പ്രഖ്യാപിച്ച ദൈവവചനം അവൻ ശ്രദ്ധിച്ചില്ല. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ബാബിലോണിലെ രാജാവ് സിദെക്കിയാവിന്റെ കണ്ണുകൾ കെടുത്തി അവനെ ബാബിലോണിലേക്ക് കൊണ്ടുപോകാൻ വെങ്കല ചങ്ങല കൊണ്ട് ബന്ധിച്ചു എന്ന്. ഇത് യിരെമ്യാവ് 39 അധ്യായം 7 വാക്യത്തിലും. പിന്നെ അവൻ അവനെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി അവന്റെ മരണ ദിവസം വരെ തടവിലാക്കിയെന്ന് യിരെമ്യാവ് 52 അധ്യായം 11 വാക്യത്തിലും കാണുന്നു. ദൈവമക്കളെ, കർത്താവിന്റെ മുന്നറിയിപ്പുകൾക്ക് മുൻഗണന നൽകുക. എപ്പോഴും പരിശുദ്ധിയോടെ നടക്കുകയും ദൈവകൃപയിൽ സ്വയം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി സുവിശേഷം 6 അധ്യായം 22 വാക്യം. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 97, 98, 99 അധ്യായങ്ങൾ. വൈകുന്നേരം റോമർ 16 അധ്യായം. ആമേൻ.